നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖരായ ആത്മീയ ഗുരുക്കന്മാരിൽ ഭൂമിയോളം എളിമയുള്ളവളാണ് അമ്മ. സ്വയം ആചരിച്ചു കാണിച്ചും കൊണ്ട് എന്തും ത്യജിക്കാനും ക്ഷമിക്കാനും അമ്മ നമ്മെ പ്രചോദിപ്പിക്കുന്നു. എണ്ണമറ്റ ആത്മാക്കളെ സംസാര സാഗരം തരണം ചെയ്യാൻ സഹായിക്കുന്ന മഹാനൗഖയാണ് നമ്മുടെ പരമഗുരുവായ അമ്മ. അപാര കൃപയോടെ നമുക്കോരോരുത്തർക്കും ആ മഹാനൗഖയിൽ അമ്മ അഭയം തന്നു. അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് പോലും കൂടുതൽ യാത്രക്കാരെ ഇപ്പോഴും അമ്മ തന്നോട് ചേർത്ത് വെച്ചു കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ യൂറോപ്പിൽ ഒരു എയർപോർട്ടിൽ അമ്മ ഭക്തരോടൊപ്പം ഇരിക്കാൻ ഒരിടം നോക്കുകയായിരുന്നു. അവിടെ ഒഴിഞ്ഞൊരു കസേരയിൽ ഭക്തരുടെ കൂട്ടത്തിൽപ്പെടാതെ ഒരു സ്ത്രീ ഇരുന്ന് പുസ്തകം വായിക്കുന്നു. അവരുടെ തൊട്ടടുത്തുള്ള കസേരയിൽ അമ്മ ഇരുന്നു. തേനീച്ചക്കൂട്ടം റാണി ഈച്ചയുടെ ചുറ്റും കൂടുന്നത് പോലെ ഞങ്ങൾ ഭക്തർ അമ്മയുടെ ചുറ്റും കൂടി. അവരുടെ ചുറ്റുമുള്ള മുഴുവൻ സ്ഥലവും കസേരകളും ഭക്തർ കൈവശപ്പെടുത്തി. അതുവരെ ആ സ്ത്രീ തലയുയർത്തിയൊന്ന് നോക്കുക പോലും ചെയ്തില്ല. ആ സ്ത്രീക്ക് അസ്വസ്ഥതയുണ്ടാകാം എന്ന് തോന്നിയ ആരോ അവരോട് മറ്റെവിടെയെങ്കിലും ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. അവർ ചുറ്റും നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടോ? ഇല്ലില്ല, ഭക്ത പറഞ്ഞു. തീർച്ചയായും ഇല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അവർ അമ്മയെ ഒന്ന് നോക്കി വീണ്ടും തലകുനിച്ചു വായന തുടർന്നു. അമ്മ ഭക്തരോട് സംസാരിക്കാനും തുടങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പുസ്തകം അടച്ചു വെച്ച് നിശ്ചലയായി ഇരുന്ന് മുന്നോട്ട് കുനിഞ്ഞ് അടക്കിയ സ്വരത്തിൽ ചോദിച്ചു, ഇതാരാണ്? എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവരുടെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. അമ്മയുടെ ദർശനത്തെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും ഭക്ത അവരോട് പറഞ്ഞു. ആ സ്ത്രീ എല്ലാം ശ്രദ്ധയോടെ കേട്ടു. നിറഞ്ഞ കണ്ണുകളോടെ അമ്മയെ നന്നായി കാണാനായി പുസ്തകം മാറ്റിവെച്ച് അവർ അമ്മയുടെ നേരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അടക്കിയ സ്വരത്തിൽ വീണ്ടും ചോദിച്ചു, എനിക്കും അമ്മയുടെ ദർശനം ലഭിക്കുമോ? എനിക്ക് ഭാരതത്തിൽ വന്ന് അമ്മയെ കാണാൻ കഴിയുമോ? ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അമ്മയേക്കാൾ കൂടുതൽ രസം തൻ്റെ പുസ്തകമാണെന്ന് ചിന്തിച്ച അതേ സ്ത്രീ അമ്മയുടെ സാന്നിധ്യത്താൽ തീർത്തും മാറിപ്പോയി. ഇപ്പോൾ അവർ ലോകം പാതി വഴി ചുറ്റി അമൃതപുരിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഭക്ത അമ്മയോടെല്ലാം വിശദീകരിച്ചു. അമ്മ അവർക്ക് മനോഹരമായ ഒരു ദർശനവും ആശ്രമം സന്ദർശിക്കാനുള്ള അനുവാദവും നൽകി. സത്യത്തിൽ ഏറ്റവും എളിമയും കാരുണ്യവുമുള്ള ഒരു ഗുരുവാണ് അമ്മ. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും വിമാനത്താവളങ്ങളിൽ നിന്ന് പോലും അമ്മ തൻ്റെ മക്കളെ അടുത്തേക്ക് അണയ്ക്കുന്നു. അമ്മയുടെ ഓരോ നോട്ടവും വാക്കും സ്പർശവും നമ്മെ രൂപാന്തരപ്പെടുത്താനുള്ള അനന്തമായ ശക്തി നിറഞ്ഞവയാണ്. എന്നാൽ പരിവർത്തനം എപ്പോഴും എളുപ്പമല്ല. സംസാര സാഗരം കടക്കാൻ ഗുരുവിൻ്റെ നൗകയിൽ ഒരിക്കൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങളുടെയും സംശയങ്ങളുടെയും ഭയങ്ങളുടെയും കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചേക്കാം. അത് നമ്മുടെ സഹനത്തിൻ്റെ പരിധിക്കപ്പുറമായി തോന്നിയേക്കാം. നമ്മുടെ സ്വന്തം അന്ധകാരത്തിൽ ആണ്ടുപോകുമെന്ന് പോലും ഭയം തോന്നിയേക്കാം. നമ്മുടെ ബലഹീനതകളെയും ആശയക്കുഴപ്പങ്ങളെയും സ്വയം കാണാനായി ഗുരു ഈ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുക പോലും ചെയ്തേക്കാം. അങ്ങനെ ഗുരു നമ്മുടെ കർമ്മങ്ങളെ വേഗത്തിൽ അനുഭവിച്ചു തീർക്കാൻ അവസരം തരുന്നു. യഥാർത്ഥ സ്വത്വത്തെ പ്രകാശിപ്പിക്കാനായി നമ്മുടെ ദുർവാസനകളെ കാണിച്ചു തന്ന് അവയെ ഉന്മൂലനം ചെയ്യാൻ നമ്മെ ഗുരു സഹായിക്കുന്നു. ഹരി ഓം നമഃ ശിവായ.